തമ്പനയിലിൽ മണ്ടത്തരമെന്ന് ചുമ്മാ എഴുതിയതല്ല കേട്ടോ. കാര്യം ഞാൻ വഴിയെ പറഞ്ഞുതരാം. വീഡിയോ തുടക്കം കണ്ടപ്പോൾ തന്നെ സ്ഥലം എവിടാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാലും അത് ഞാൻ തന്നെ പറയാം, അതല്ലേ അതിൻ്റെ ഒരു ഇത്. പെരുമ്പാവൂർ കപ്രിക്കാടുള്ള അഭയാരണ്യത്തിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മൾ അകത്ത് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ശലഭോദ്യാനത്തിൻ്റെ ബോർഡാണ്. ഈ ഒരു ശലഭോദ്യാനവും മാൻപാർക്കും ആനക്കൊട്ടിലും ഫലവൃക്ഷത്തോട്ടങ്ങളും ഒക്കെ കൂടി നമുക്ക് നല്ലൊരു പ്രകൃതി അനുഭവം തരുന്ന ഒരു ഇടമാണിതെന്ന് പൊതുവായി നമുക്ക് പറയാം. ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ശലഭോദ്യാനത്തിൻ്റെ ബോർഡ് നമ്മൾ കണ്ടുല്ലോ. ബോർഡിനടുത്ത് ചെന്ന് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ശലഭങ്ങളെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി ഒരു നിരീക്ഷണമൊക്കെ അങ്ങനെ നടത്തി. പക്ഷേ നിരീക്ഷണത്തിൻ്റെ കുറവ് കണ്ടാണോന്നറിയില്ല, ഒരു ശലഭത്തെ പോലും നമ്മൾ മഷിയിട്ട് നോക്കിയിട്ട് പോലും കണ്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പരിസരങ്ങളൊക്കെ വളരെ ഭംഗിയാണ് കേട്ടോ. മാൻ പാർക്കിൻ്റെ ബോർഡൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിലെ വൃക്ഷപരിചയം സെഗ്മെൻറ്റ് വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാട്ടുമരങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ. അതിനെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടാനും ഇടയുണ്ട്. അപ്പം അത് ഒന്ന് രണ്ട് കണ്ടൻസൊക്കെ തയ്യാറാക്കാമല്ലോ എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് തന്നെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയോ, നമ്മൾ സംസാരിച്ച് മാൻ പാർക്കിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടോ. മുളങ്കാടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട്. ഒരു വന്യമായിട്ടുള്ള സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നന്നായിട്ടുണ്ട്. നല്ല ഉച്ച സമയത്താണ് നമ്മൾ ചെന്നിട്ടുള്ളത്. പക്ഷേ ആ ചൂടൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. കണ്ടില്ലേ, മാൻകൂട്ടങ്ങൾ ഇങ്ങനെ സ്വച്ഛമായിട്ട് ഒന്നിച്ച് കൂട്ടം കൂടി ഇരിക്കുകയാണ് കേട്ടോ. നല്ലൊരു കാഴ്ചയാണ്. ഇവിടെ ഏത് ഇനത്തിൽപ്പെട്ട മാനുകളെയാണ് സംരക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്രയും വിശാലമായിട്ടുള്ള ഏരിയയിൽ മാനുകളെ പാർപ്പിച്ചിട്ടുള്ളതിൻ്റെ ചുറ്റും വലിയ കിടങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മറ്റു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും ഉണ്ടായിരിക്കാനായിരിക്കണം. മാത്രമല്ല, ഇവർ പുറത്തേക്ക് ചാടി പോകാതിരിക്കുകയും വേണമല്ലോ. ഈ മുളങ്കാടുകൾ നമുക്ക് തരുന്ന ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഞാനത് ഈ ഡിയർ പാർക്കിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഒന്നുകൂടി ഒരു റൗണ്ടപ്പ് ചെയ്ത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഭംഗി അതിലൊട്ടും ചോർന്നു പോകാത്ത തരത്തിലുള്ള വിഷ്വൽസ് തന്നെയാണ് മൊബൈൽ ക്യാമറയിൽ പിടിപ്പിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, കാര്യം ശൂന്യമെന്ന് തോന്നും. ദൂരേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മാനുകളെ കാണാം. അങ്ങനെ മാൻ പാർക്കും പിന്നിട്ട് നീണ്ടു കിടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് നടക്കണം. നല്ല രസമുണ്ട് കാണാൻ. ചുറ്റുപാടുകളും ഒരു വനത്തിൻ്റെ ചാരുതയുണ്ട്. അങ്ങനെ നടന്ന് എലിഫൻറ്റ് ക്യാമ്പ് ആനക്കൊട്ടലിൻ്റെ പരിസരത്തേക്കാണ് ചെന്നിട്ടുള്ളത്. അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ആനക്കൊട്ടലിൻ്റെ ആ ഒരു കവാടത്തിലേക്ക് നമ്മൾ ചെന്നു. അവിടെ പാർപ്പിച്ചിട്ടുള്ള ആനകളുടെ ഡീറ്റെയിൽസൊക്കെ വലിയ ബോർഡിൽ ഇങ്ങനെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും വായിക്കാം. അത് കണ്ടില്ലേ, ആ ബോർഡും കടന്നു ചെന്നപ്പോൾ പിന്നെ കണ്ടിട്ടുള്ളത് അവിടെയുള്ള ആനകളുടെ ആ ഒരു കൊട്ടിലിൻ്റെ അടുത്തേക്കാണ്. കണ്ടോ, ഇഷ്ടംപോലെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് അവർ തലയൊക്കെ ആട്ടി ഇങ്ങനെ രസിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഓരോരുത്തരുടെയും ചേഷ്ടകൾ ഓരോ തരത്തിലാണ്. അതെല്ലാം നമ്മളെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു ആസ്വാദനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചേഷ്ടകളാണ് അവർ കാണിക്കുന്നത്. പ്രത്യേകിച്ച് പിടിയാനകളാണ് കേട്ടോ ഇങ്ങനെയുള്ള ചേഷ്ടകൾ കാണിക്കുന്നത്. കൊമ്പനാനകൾ വളരെ ഗാംഭീര്യത്തോടെ ഇങ്ങനെ നിന്ന് തലയൊക്കെ ആട്ടും തുമ്പിയാട്ടും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിടിയാനകളുടെ ചേഷ്ടകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ ആദ്യം കണ്ട ആനക്കൊട്ടലിൻ്റെ പരിസരം വിട്ടിട്ട് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായിരിക്കും ഒരുപക്ഷെ കാണാൻ പോകുന്നത്. അതായത് കണ്ടില്ലേ, ഇത് എല്ലാ കൂട്ടത്തിൽ നിന്നും ഒറ്റ മാറിയിട്ട് പരിപാലിച്ചിട്ടൊരു ആനയാണ്. തൊട്ടപ്പുറത്ത് കാണുന്നുണ്ടല്ലേ മരത്തിൻ്റെ കൂട്. ആനകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന ആനകളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുങ്കിയാനകളുടെ സഹായത്തോടിയിട്ട് പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇവരെ പരിശീലിപ്പിക്കും. ഈ കൂട്ടിനകത്തോട്ടാണ് അവരെ ചട്ടം പഠിപ്പിച്ച് പരിശീലിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്.
അതൊന്നും അത്ര അടുത്ത് പോയി വിഷ്വൽസ് എടുക്കാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ പരിമിതമായിട്ടുള്ള ക്യാമറ സൗകര്യത്തിൽ കിട്ടാവുന്ന മാക്സിമം സൂമിങ്ങിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് സൂം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ബ്ലർ ഫീലിംഗ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് എത്രയും സൂം ചെയ്യാണ്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആനക്കാഴ്ചകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഒരു പെരിയാറിൻ്റെ കാഴ്ചയും, പെരിയാർ തൊട്ടടുത്തേക്ക് ഒഴുകുന്നുണ്ട്, ആ പെരിയാറിൻ്റെ കാഴ്ചയും നമുക്ക് കാണാം. ഈ പോകുന്ന വഴിക്കൊക്കെ മുളങ്കാടുകളാണ് കേട്ടോ കൂടുതലും കാണുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പോകുന്നത് കുട്ടികളുടെ പാർക്ക് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം അല്പം ഉയരത്തിലായിട്ട് നമുക്ക് കയറി കാഴ്ചകൾ കാണാവുന്ന ഏറുമാടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, പെരിയാർ കാഴ്ച എന്ന് പറഞ്ഞില്ലേ, പെരിയാറിൻ്റെ കാഴ്ച ഒരുപാട് ദൂരത്തല്ലാതെ ഉള്ള പെരിയാറിൻ്റെ കാഴ്ചയാണ്. കണ്ടില്ലേ, കുറച്ചങ്ങ് മാറി മലനിരകളും കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാഴ്ച. അതിനോട് ചേർന്ന് തന്നെ കുട്ടികളുടെ പാർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും വലിയൊരു സെറ്റപ്പ് എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും അവിടെ നമുക്ക് കിട്ടുന്നൊരു ആംബിയൻസ് അത് നമ്മളുടെ മനസ്സ് പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള ആംബിയൻസാണ്. കണ്ടില്ലേ, എൻ്റെ മുകളിൽ ഏറുമാടം സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ഏറുമാടത്തിൽ നിന്ന് മുകളിൽ നിന്നുള്ള കാഴ്ച കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഏറുമാട കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഈ ആനക്കൊട്ടിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വിശദമായിട്ടുള്ള കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.